6 അധ്യായം 30 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങളിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളിലും നമ്മൾ കാണുന്ന കർത്താവ് യേശു മിശിഹ പ്രവർത്തിച്ച ഒരു അത്യത്ഭുതമുണ്ട്. 5 അപ്പം 5000-ങ്ങൾക്കായിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. ഈശോയുടെ കാഴ്ചയും കർത്താവിൻ്റെ കാഴ്ചപ്പാടും എപ്രകാരമുള്ളതാണെന്ന് ഈ സുവിശേഷ തിരുവചനം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ വചനഭാഗങ്ങളിലെ ഒരു വചനം മാത്രമാണ് ഇന്ന് നമ്മൾ നമ്മുടെ പരിചിന്തനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്: അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു, അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തെ അവിടെ കണ്ടു, അവരുടെ മേൽ യേശുവിന് അനുകമ്പ തോന്നി. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കാഴ്ചയും കർത്താവിൻ്റെ കാഴ്ചപ്പാടും എപ്രകാരമായിരിക്കും എന്ന്, എങ്ങനെയൊക്കെ ഉള്ളതാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വചനഭാഗമാണിത്. ഈ വചനത്തെക്കുറിച്ച് നമ്മൾ അല്പനേരം ഒന്ന് പ്രാർത്ഥനാപൂർവം ധ്യാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഈ വചനം തരുന്ന ഒന്നാമത്തെ സന്ദേശം, നമ്മൾ ഓരോരുത്തരും വിശപ്പ് കൊണ്ട് കലപല കൂട്ടുന്ന ആളുകളെ കാണുമ്പം കർത്താവ് യേശു മിശിഹ കാണുന്നത് വിശക്കുന്ന മനുഷ്യരുടെ ഒട്ടിയ വയറാണ്. നമ്മൾ ചിലപ്പോൾ പറയും, വിശന്ന് കരയുന്നവരെ കാണുമ്പോൾ പറയും, ഇതേ കണ്ടില്ലേ അലവലാതി കൂട്ടങ്ങൾ, വേറെ ഒരു കാര്യവുമില്ലാതെ കുഴിമടിയന്മാരായി ജീവിച്ചിട്ടിതേ ഇപ്പം വിശക്കുന്നെന്നും പറഞ്ഞ് ഒച്ചയും ബഹളം ഇടിക്കുന്നു. അതുതന്നെയാണ് ശിഷ്യന്മാർ പറഞ്ഞത്, ഇത്രയും ജനം ഇതാ ഇവിടെയുണ്ട്, നമുക്ക് എങ്ങനെ അവർക്ക് അപ്പം കൊടുക്കാൻ പറ്റും, അവരെ പറഞ്ഞു വിട്ടേക്ക് എന്ന്, അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട എന്ന്. അതുകൊണ്ടാണ് വിശക്കുന്ന ആളുകളെ കാണുമ്പോൾ ചിലപ്പോൾ അലവലാതി കൂട്ടങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ തള്ളിക്കളയും. പക്ഷേ കർത്താവ് യേശു മിശിഹ കാണുന്നത് വിശക്കുന്ന മനുഷ്യരുടെ ഒട്ടിയ വയറാണ്. ഇത് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ സാമ്പത്തിക വിഭാഗം തലവനായ ഡോക്ടർ EM തോമസ് സാർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, നവസുഭാഷിതങ്ങൾ എന്ന്. അതിലത്തെ ഒരു ചെറിയ സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ വ്രണപ്പെടുത്തിയ, വേദനിപ്പിച്ച ഒരു സംഭവം. തൃശ്ശൂർ ടൗണിലെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ, ഉച്ച സമയം അദ്ദേഹം ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആർത്തിയോടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. 1 or 2 പ്രാവശ്യമൊക്കെ അദ്ദേഹം ആ മനുഷ്യൻ വാങ്ങിച്ച് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം കാഷ്യറുടെ അടുത്ത് പോയി പൈസ കൊടുക്കാൻ നോക്കിയപ്പോൾ കുറച്ച് കാശേ അദ്ദേഹത്തിൻ്റെ ഉള്ളൂ, കഴിച്ച ഭക്ഷണത്തിന് മുഴുവൻ തികയില്ല. ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ആകെ വിയർത്ത് വെളുത്തു. കാഷ്യറിൻ്റെ അടുത്തിരിക്കുന്നത്, പൈസ വാങ്ങിക്കാനിരിക്കുന്ന ആൾ ഏകദേശം 70 വയസ്സിന് മേലുള്ള ഒരു പ്രായമുള്ള ഒരു അപ്പാപ്പനാണ്. അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേറ്റു, ഈ ചെറുപ്പക്കാരൻ്റെ അടുത്തോട്ട് ചെന്നു, കണ്ണ് പൊട്ടുന്ന വിധത്തിൽ അസഭ്യം പറഞ്ഞു, ചീത്ത പറഞ്ഞു. അതിനുശേഷം ഈ ചെറുപ്പക്കാരനെ അവിടെ നിർത്തി അയാളുടെ ഷർട്ട് ഊരിയെടുത്തു. എന്നിട്ട് അദ്ദേഹത്തോട്, ഈ ചെറുപ്പക്കാരനോട് ആ മനുഷ്യൻ പറഞ്ഞു, ഊണ് കഴിക്കാൻ കാശില്ലെങ്കിൽ ഉടുപ്പ് ധരിക്കാൻ വേണ്ട, ഉടുപ്പില്ലാതെ പോയാൽ മതി എന്ന് പറഞ്ഞ് ഷർട്ട് വാങ്ങിച്ചു വെച്ച് അയാളെ പറഞ്ഞു വിട്ടു. ബഹുമാനപ്പെട്ട ഡോക്ടർ EM തോമസ് സാർ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സംഭവം കണ്ടിട്ട് അതിലെ നീതിശാസ്ത്രം എന്താണ്? ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ താങ്ങാൻ പറ്റാത്ത വിധത്തിൽ വിഷമിപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കാണുന്നത് അലവലാതി കൂട്ടങ്ങളെയാണ്. ഭിക്ഷക്കാരെ കാണുമ്പം, ഒന്നുമില്ലാത്തവരെ കാണുമ്പം നാശങ്ങൾ, എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ നടക്കുന്നത്, ജീവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പം കർത്താവ് യേശു മിശിഹ കാണുന്നത് അങ്ങനെയുള്ള മനുഷ്യരുടെ ഒട്ടിയ വയറും അവരോടുള്ള അനുകമ്പ നിറഞ്ഞ ജീവിതവുമാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകത. ഇവിടെ അതുകൊണ്ടാണ് കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ജനക്കൂട്ടത്തെ കണ്ടു, ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പയാണ് തോന്നുന്നത്, അലിവാണ് തോന്നുന്നത്. നേരെ മറിച്ച് ദേഷ്യമോ
അരിശമോ ഒന്നുമല്ല. അവരോട് കർത്താവിന് അനുകമ്പ തോന്നി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഇതുപോലെ തന്നെ വിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു പിറവിക്കുരുടൻ്റെ ദൈന്യത ഈശോ കാണുമ്പോൾ അവൻ്റെ ജാതക ദോഷമാണ് മനുഷ്യരെല്ലാവരും കാണുന്നത്. പറഞ്ഞു, ഇത് അവൻ എന്തോ തെറ്റ് ചെയ്തതുകൊണ്ടാണ്, പൂർവികരുടെ ശാപം മൂലമാണ് ഇവനെങ്ങനെ ജന്മനാ തന്നെ അന്ധനാകാൻ കാരണമെന്ന് എല്ലാവരും കൂടെ പറഞ്ഞപ്പം, പ്രിയപ്പെട്ടവരെ, കർത്താവ് അതിലാൽ അങ്ങനെയല്ല കണ്ടത്. ആ പിറവിക്കുരുടൻ്റെ ദൈനികമായ ജീവിതമാണ് കർത്താവ് കണ്ടത്. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ കൊരട്ടി വശത്ത് നിന്നും ഒരു കുടുംബം അങ്ങനെ തന്നെ ഇവിടെ വന്നു. അതിൽ മൂത്ത ജ്യേഷ്ഠൻ്റെ അനുജൻ, അതിൻ്റെ താഴെയുള്ള ഒരാൾ, ഇവർ 3 പേരും പിന്നെ കുറച്ച് ബന്ധുക്കളോ അയൽക്കാരോ കണ്ടൊക്കെയാണ് വന്നത്. അവരുടെ വീട്ടിൽ 5 മക്കളാണ്. കൂട്ടത്തിൽ വന്നവർ പറഞ്ഞു 5 മക്കളാണ്. 5 പേരിൽ 4 പേരും ഇന്ന് അന്ധന്മാരാണ്. ആദ്യം മൂത്തവന് കുറേശ്ശെ കണ്ണിൻ്റെ കാഴ്ച മങ്ങി, പൂർണ്ണമായിട്ടും മങ്ങിപ്പോയി. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ താഴെയുള്ളവനെ ഈ അന്ധത ബാധിച്ചു, കുറേശ്ശെ മങ്ങി, അതും മങ്ങി. ഇങ്ങനെ 4 പേരുടെയും കാഴ്ച മങ്ങി. ഇപ്പം 5ാമത്തെ ആൾക്കും കുറേശ്ശെ മങ്ങി തുടങ്ങുന്നു. കൂട്ടത്തിലുള്ളവർ ചോദിച്ചു, അച്ഛാ, ഇത് എന്തേ ശാപമല്ലേ? അവരുടെ കുടുംബത്തെയും അവരുടെ തറവാടിനെയും ബാധിച്ചിരിക്കുന്ന വലിയൊരു ശാപമല്ലേ ഇത്? അതുകൊണ്ടല്ല എല്ലാവർക്കും ഇങ്ങനെ വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പറയും, അതെ, അത് ശപിക്കപ്പെട്ട വീടാണ്, ശാപമുള്ളതാണ്, ജാതകദോഷമുള്ളതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും തലമുറയായിട്ട് എല്ലാവരും അന്ധരായി തീരുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അവരിലെ ശാപത്തെ കാണുമ്പോഴും അവർ ചെയ്ത കർമ്മദോഷത്തെ കാണുമ്പോഴും ജാതകദോഷം കാണുമ്പോഴും കർത്താവേ ശംസിക അന്ധരിൽ കാണുന്ന ഈ പിറവിക്കുരുടനിൽ കാണുന്നത് അവരുടെ ദൈന്യതയാണ്, നിസ്സഹായാവസ്ഥയാണ്. ആരും സഹായിക്കാനില്ല, കുടുംബത്തിലെല്ലാവരും അന്ധരായിത്തീരുന്നല്ലോ എന്നോർത്തുള്ള മനസ്സുരുകിയ വേദനയും ദൈന്യതയും കർത്താവ് കാണുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവിൻ്റെ കാഴ്ചപ്പാടിലെ പ്രത്യേകത. പിശാച് ബാധിച്ച മനുഷ്യനെ ഈശോ കാണുമ്പോൾ നമ്മൾ കാണുന്നത് എന്നതാണ്, മനുഷ്യനിലെ പിശാചിനെയാണ് നമ്മൾ കാണുന്നത്. അത് വലിയ വ്യത്യാസമാണ് ആ കാഴ്ചപ്പാടിൽ. ഈശോ പിശാച് ബാധിച്ച മനുഷ്യനെ കാണും, നമ്മളോ മനുഷ്യനിലെ പിശാച് ബാധ കാണുകയും ചെയ്യുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ അത് തമ്മിലുള്ള പ്രത്യേകത? മനുഷ്യനിലെ പിശാചിനെയും പിശാച് ബാധയെയും ഞാൻ കാണുമ്പം എനിക്ക് കലി വരും, എനിക്ക് വെറുപ്പ് തോന്നും, എനിക്ക് ദേഷ്യം വരും. പക്ഷേ കർത്താവ് പിശാച് ബാധിച്ച മനുഷ്യനെ കാണുമ്പോഴോ കർത്താവ് ശംസിഹായ്ക്ക് ആ മനുഷ്യനോട് അനുകമ്പയാണ് തോന്നുന്നത്. എന്തൊരു കഷ്ടമായി, എത്ര കാലമായി ഈ പിശാചിൻ്റെ അടിമത്തത്തിൽ ഇയാൾ ജീവിക്കുന്നു. ആ തരത്തിലുള്ള അനുകമ്പ കർത്താവിന് തോന്നും, നമുക്ക് ചിലപ്പോൾ വെറുപ്പ് തോന്നും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ സാപത്തിൽ വിശക്കുന്നവരെ കാണുമ്പം ഇതാ നമ്മൾ ഭക്ഷിക്കുന്നവരെയാണ് കാണുന്നത്. സാപത്ത് ദിവസം ഈശോ വിശന്ന് വലഞ്ഞ് നടക്കുന്നവരെ കാണുന്നു, നമ്മളാകട്ടെ ഭക്ഷണം കഴിക്കുന്നവരെ കാണുന്നു. ഈശോ കുഴിമാടത്തിലെ ലാസറിനെ കാണുമ്പം നമ്മൾ കാണുന്നത് അവൻ്റെ അഴുകിയ മൃതദേഹത്തിൻ്റെ മണമാണ് നമുക്ക് കിട്ടുന്നത്. പ്രിയമുള്ളവരെ, ഈ കാഴ്ചപ്പാട് എങ്ങനെയാണ് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്? കർത്താവ് കുഴിമാടത്തിൽ കിടക്കുന്ന ലാസറിനെയാണ് കാണുന്നത്, ഇതാ ജീവൻ വെച്ച് വരാൻ ഒരുങ്ങുന്ന ലാസറിനെ. നമ്മളോ മരിച്ച് ശവമായി തീർന്ന് ചീഞ്ഞഴുകിയ ലാസറിൻ്റെ ശരീരത്തിൽ നിന്നും വരുന്ന മണമാണ് നമുക്ക് കിട്ടാനായിട്ട് ഇരിക്കുന്നതും നമ്മൾ അതാണ് കാണുന്നതും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 2 പേര് സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാർ 2 പേർ ചെന്ന് ഈശോയോട് ചോദിച്ചു, ഗുരു, നീ എവിടെയാ താമസം?